ഹായ്, റേ ഓഫ് ടിക്സിന്റെ ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു അലർജി പോലെ അല്ലേ? അങ്ങനെ ടെൻഷനൊന്നും അടിക്കണ്ട, നമുക്ക് സമാധാനമായിട്ട് ചെയ്താൽ മതി. കുറച്ചൊന്നും മെനക്കേടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലാതെ ടെൻഷനൊന്നും പിടിക്കണ്ട, സമാധാനമായിട്ട് നമുക്ക് ചെയ്താൽ മതി, കിട്ടിക്കോളും. വായിച്ചു നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: എ സ്മോൾ കാൻഡിൽ 2.5 സെന്റിമീറ്റർ ഇൻ സൈസ്. 2.5 സെന്റിമീറ്റർ സൈസ് ഉള്ള ഒരു കാൻഡിൽ. അപ്പോൾ ആ ക്യാൻഡിലിന്റെ ഹൈറ്റ് ആണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ് ആണ് തന്നിരിക്കുന്നത്. ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ് 2.5 സെന്റിമീറ്റർ. ഓക്കെ. പ്ലേസ്ഡ് 27 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് കോൺകേവ് മിറർ. കോൺകേവ് മിറർ ആണ് ഇത്. ഇതിന്റെ ഫ്രണ്ടിലാണ് ക്യാൻഡിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ക്യാൻഡിൽ ഇങ്ങനെ കത്തിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അതിലേക്കുള്ള ദൂരമാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ യു ആണ് തന്നിരിക്കുന്നത് 27 സെന്റിമീറ്റർ. ഈ ദൂരം അളക്കുന്നത് ഒപ്റ്റിക്കൽ നമ്മുടെ പോളിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ്. അപ്പം -27. അത് സൈൻ കൺവെൻഷൻ തെറ്റിക്കാതെ ഇടണം. ഇനി കോൺകേവ് മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 36. കോൺകേവ് മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് കംപ്ലീറ്റ് ചെയ്ത ഒരു സ്ഫിയർ കിട്ടും, അതിന്റെ റേഡിയസ് ആണ്. റേഡിയസ് അളക്കാൻ വേണ്ടി പോളിൽ നിന്നാണ് അളക്കേണ്ടത്, സെൻട്രലിലോട്ട്. അപ്പോൾ ലെഫ്റ്റിലോട്ട് അളക്കുന്നത്. അപ്പം -36. ഇനി r = 2f നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ r/2 ആണ്. അപ്പോൾ ആൻസർ -18 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ഷുഡ് സ്ക്രീൻ ബി പ്ലേസ്ഡ് ടു ഗെറ്റ് ഷാർപ്പ് ഇമേജ്. ഈ ക്യാൻഡിലിന്റെ ഇമേജ് കിട്ടാൻ വേണ്ടി സ്ക്രീൻ എവിടെ വയ്ക്കണം? അപ്പോൾ സ്ക്രീനിൽ എന്താ കിട്ടുക? ഇമേജ് അല്ലേ? അപ്പോൾ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ വി എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇനി അടുത്ത ഡിസ്ക്രൈബ് ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ഇമേജ്. അപ്പൊ നേച്ചർ കണ്ടുപിടിക്കാൻ നമ്മൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ. സൈസ് ഓഫ് ഇമേജ് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി ക്യാൻഡിൽ ഈസ് മൂവ്ഡ് ക്ലോസർ ടു മിറർ, ഹൗ സ്ക്രീൻ ഹാവ് ടു ബി മൂവ്ഡ്. ഓബ്ജക്റ്റിനെ എന്താണ് നമ്മുടെ ഇതിന്റെ മിററിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ സ്ക്രീൻ എത്ര ദൂരേക്ക് കൊണ്ടുവേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. അത് ലാസ്റ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് സമാധാനമായിട്ട് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം മിറർ ഫോർമുല നിങ്ങൾ പറയുക. എന്താണ് മിറർ ഫോർമുല? 1/f = 1/v + 1/u എന്നാണ്. ഇതിൽ 1/v = 1/f - 1/u എന്നാണ്. ഇതിൽ എഫ് ഉണ്ട്, യു ഉണ്ട്. ഈ വാല്യൂസ് ഇടണം. എന്നിട്ട് നിങ്ങൾ 1/v കാണണം. എന്നിട്ട് അതിൽ നിന്ന് വി കാണണം. വി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ആൻസർ -54 എന്ന് കിട്ടും. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളിത് കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് നോക്കും, അല്ലെങ്കിൽ മെനക്കേടാ, ഒരുപാട് സമയം പോകും. ഓക്കെ. അപ്പോൾ വിയുടെ ആൻസർ -54 എന്ന് കിട്ടും. എന്താണ് വിയുടെ ആൻസർ -54 എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം? ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് 54 സെന്റിമീറ്റർ ആണ്. അത് പോളിന്റെ ലെഫ്റ്റിലാണ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇമേജ് കിട്ടും. ഇനി അടുത്ത നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് മാഗ്നിഫിക്കേഷൻ ആണ്. മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ് എന്നാണ്. വേറൊരു ഫോർമുല -v/u എന്നാണ്. ഓക്കെ. ഇതിൽ വിയും യു ഒക്കെ ഉണ്ട് ഇവിടെ. ഇനി HOU ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് HI കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പം നമുക്ക് റെഡിയാക്കാം. HIയുടെ ആൻസർ, അല്ലെങ്കിൽ ആദ്യം നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. മൈനസ് എഴുതി. വിയുടെ ആൻസർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു -54 ഡിവൈഡ് ബൈ യുവിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ട് നമുക്ക് -27. ആൻസർ -2 എന്നാണ്. മാഗ്നിഫിക്കേഷൻ ആൻസർ -2 എന്നാണ്. നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് എന്നാണെങ്കിൽ വിർച്വൽ ഇറക്റ്റ്. അപ്പൊ നെഗറ്റീവ് ആകുമ്പോൾ റിയൽ ഇൻവെർട്ടഡ് ഇമേജ്. റിയൽ ഇൻവെർട്ടഡ് ഇമേജ്. മനസ്സിലായില്ലേ? ഇനി അടുത്തെന്താണ് വേണ്ടത്? HI/HOയുടെ ആൻസർ ആണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എത്ര കിട്ടിയിരിക്കുന്നത്? -2 എന്നാണ്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ പിടിക്കരുത്. അപ്പോൾ ഇതിനകത്ത് മാഗ്നിഫിക്കേഷന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 2 ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, HI എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ ഒന്നും ചെയ്യണ്ട, ഇത് വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ HI എന്ന് പറയുന്നത് -2HO എന്നാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റിന്റെ ഡബിൾ ആണ് ഹൈറ്റ് ഓഫ് ഇമേജ്. ഓക്കെ. അപ്പോൾ ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റിന്റെ ഹൈറ്റിന്റെ ഡബിൾ ആണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ, അപ്പോൾ അത് മനസ്സിലായി. ഇനി നെഗറ്റീവ് എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. എൻ്റെ അർത്ഥം ഇൻവെർട്ടഡ് ഇമേജ് എന്നാണ്. അപ്പോൾ അതല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇൻവെർട്ടഡ് ഇമേജ് ആണ്, വലിയ ഇമേജ് ആണ്. ഓക്കെ. അപ്പം മാഗ്നിഫൈഡ് ഇമേജ് ആണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല.
ഇനി അടുത്തെന്താണ് വേണ്ടത്? If the candle is moved closer to mirror, how screen have to be moved? അതാണ് ഇത്തിരി മെനക്കേട്. ഇതാണ് ക്യാൻഡിലെ എന്ത് ചെയ്യണം? മിററിന്റെ അടുത്തേക്ക് നീക്കണം. അപ്പം നമുക്ക് യുവിൻ്റെ വാല്യൂ നമുക്ക് മാറ്റി വേറൊരു വാല്യൂ നമുക്ക് എടുക്കാം. -24 എന്നോ എന്തെങ്കിലും വാല്യൂ എടുക്കാം. എന്താ നേരത്തെ ഉള്ളത് -27 അല്ലേ? ഇത് കൂടെ എടുത്തു. ഓക്കെ, അപ്പൊ 24 ആണ് എടുത്തിരിക്കുന്നത്, 27നേക്കാളും ചെറുത്. ഇനി നിങ്ങൾ ഈ കേസിൽ വി കണ്ടുപിടിച്ച് നോക്കുക. നമ്മുടെ ഫോർമുല എന്താണ്? 1/v = 1/f - 1/u. ഇതിനകത്ത് വാല്യൂ ഇടുക, ചെയ്യുക, വി കണ്ടുപിടിച്ച് നോക്കുക. വി കണ്ടുപിടിക്കുമ്പോഴത്തേക്കും -72 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? പണ്ട് എത്രയായിരുന്നു യുവിൻ്റെ ആൻസർ? യുവിൻ്റെ ആൻസർ 27 ആയിരുന്നപ്പോ വിയുടെ ആൻസർ എത്രയാണ് നമുക്ക് കിട്ടിയത്? വിയുടെ ആൻസർ നമുക്ക് വന്നത് -54 എന്നാണ്. ഇപ്പൊ യുവിന്റെ ആൻസർ -24 ആയപ്പോൾ വിയുടെ ആൻസർ എത്ര കിട്ടി? -72 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? ക്യാൻഡില് മിററിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുന്നു എന്നല്ലേ? കണ്ടില്ലേ? 54 എന്നുള്ളത് 72 ആയിട്ട് കൂടി. അടിപൊളിയല്ലേ? അപ്പോൾ ലാസ്റ്റിൽ എഴുതണം ഡിസ്റ്റൻസ് ടു എന്താണ്? സ്ക്രീൻ is to be increased. ഓക്കെ, പല പാടുണ്ടോ? ഇത് ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് എന്നും പറഞ്ഞ് അതിന്റെ നെഗ്ലക്റ്റ് ഒന്നും ചെയ്യണ്ട. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നു? 4.5 cm needle placed 12 cm away from a convex mirror of focal length 15 cm. ഞാനൊരു കോൺവെക്സ് മിററിനെ വരയ്ക്കാം. ഇതാണ് കോൺവെക്സ് മിറർ. ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്, ഇത് പോള്. ഓക്കെ, ഇനി 4.5 cm നീഡിൽ 12 cm ദൂരെ വെച്ചിരിക്കുന്നു. അപ്പൊ ഞാനിവിടെ വരയ്ക്കാം. ഇതാണ് ഓബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ് എത്രയാ? 4.5 എന്നാണ്. ഇനി ഇത് എത്ര ദൂരെ വെച്ചിരിക്കുന്നത്? അറിഞ്ഞൂടാ. ഓക്കെ, അറിയില്ല. ഇതിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് 15 എന്ന് തന്നിട്ടുണ്ട്. കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമുക്ക് അറിയാന്നുള്ളതല്ലേ? പോസിറ്റീവ് ആണ്. ഓക്കെ, പോസിറ്റീവ് ആണ്. ഇനി അടുത്തെന്താണ്? ഗീവ് ദ ലൊക്കേഷൻ ഓഫ് ഇമേജ്. ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? വി എത്ര എന്നാണ് ചോദ്യം. ഇനി അടുത്തെന്താണ്? ഇനി വാട്ട് ഹാപ്പൻസ് ആസ് നീഡിൽ ഈസ് മൂവ്ഡ് ഫാർദർ ഫ്രം മിറർ. നീഡില് ദൂരേക്ക് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും ഈ ഇമേജിന്? എന്താണ് ചോദ്യം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. മിറർ ഫോർമുല പറയുക 1/v + 1/u = 1/f എന്നാണ്. അപ്പോൾ 1/v = 1/f - 1/u എന്നാണ്. ഇതിൽ എഫ് ഉണ്ട്, യു തന്നിട്ടുണ്ടോ? യുവിന്റെ വാല്യൂ തന്നിട്ടുണ്ടോ? ഉണ്ട് മക്കളെ. നീഡിൽ ഈസ് പ്ലേസ്ഡ് 12 cm എന്നാണ്. അപ്പൊ ഇത് 12. അപ്പൊ യുവിന്റെ ആൻസർ 12 എന്നാണ്, -12 ലെഫ്റ്റിലോട്ടായിരുന്നു. അപ്പൊ എഫ് യു ഉണ്ട്. ഈ വാല്യൂ ഇതിനകത്ത് ഇടുക, നിങ്ങൾ വി കണ്ടുപിടിക്കുക. വിയുടെ ആൻസർ വരുമ്പോൾ 6.67 സെന്റിമീറ്റർ എന്ന് വരും. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടുണ്ട്. അത് സിമ്പിളാണ്. ഇനി എന്താണ് വേണ്ടത്? വാട്ട് ഹാപ്പൻസ് വെൻ നീഡിൽ ഈസ് മൂവ്ഡ് ഫാർദർ ഫ്രം മിറർ. ഇപ്പൊ നീഡിൽ എത്ര ദൂരെയാണ്? 12 cm ദൂരെയാണ്. അതിനെ ദൂരേക്ക് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? അപ്പൊ നമുക്ക് യുവിന്റെ വാല്യൂ കുറച്ചുകൂടെ മാറ്റി പിടിക്കാം. അപ്പൊ യുവിന്റെ വാല്യൂ നമുക്ക് മാറ്റി ഒന്ന് പിടിച്ചു നോക്കാം. 1/, നോക്കട്ടെ. യുവിന്റെ വാല്യൂ നമുക്ക് ഒരു 30 വെക്കാം. എന്താ ഉള്ളത്? ചെയ്തു നോക്കുകയാണേ. ഇത് എവിടെ സൈഡിൽ എങ്ങനെ ഇട്ട് ചെയ്താൽ മതി, അല്ലാതെ മെയിൻ സ്ഥലത്തിട്ട് ചെയ്യണ്ട. അപ്പോൾ എഫിന്റെ ആൻസർ ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ 1/v = 1/f - 1/u എന്ന് എഴുതാം. അപ്പോൾ 1/v = 1/fന്റെ ആൻസർ 15 എന്നാണ്, -1/uന്റെ ആൻസർ -12 എന്നാണ്. അപ്പം -12 എന്നാണ്. 2 മൈനസ് ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ചെയ്യാം. 15 യുവിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ 15 × 12 വരും. പിന്നെ 12 + 15 15, 25, 27 / 15 × 12. അപ്പം 3 × 9, 4 × 3 = 12, 3 × 9. അപ്പൊ 3/20. അപ്പൊ 3/20 ആണ് എൻ്റെ ആൻസർ. 3/20 ആൻസർ ഇത്
15 ഇത് നമ്മൾ തെറ്റിപ്പോയല്ലോ മക്കളെ. എഫിന്റെ ആൻസർ 15, യുവിന്റെ ആൻസർ നമ്മൾ 30 അല്ലേ എടുക്കാന്ന് പറഞ്ഞേ. 30 ഉണ്ട്. ഇത് നമുക്ക് 1/v = 30 ആണ് LCM. 30 2 + 1 ആൻസർ 1/v യുടെ ആൻസർ 3/30. അപ്പൊ v യുടെ ആൻസർ 10 എന്ന് വരും. കണ്ടില്ലേ? അപ്പൊ എന്തോന്നാണ് നേരത്തെ നമ്മുടെ യുവിന്റെ ആൻസർ -12 ആയിരുന്ന സമയത്ത് വി എത്ര കിട്ടിയത്? 6.67 കിട്ടി. അതായത് മിററിന്റെ റൈറ്റ് സൈഡിൽ കിട്ടിയ ഇമേജ്. ഇപ്പൊ യുവിന്റെ ആൻസർ നമ്മൾ എത്ര കൊടുത്തത്? നമ്മൾ യുവിന്റെ ആൻസർ കൊടുത്തത് 30 എന്നാണ് അല്ലേ? 30 കൊടുത്തപ്പോ ഇമേജ് ഡിസ്റ്റൻസ് വരുന്ന 10 എന്നാണ്. അപ്പൊ എന്താ സംഭവിച്ചേ? യുവിന്റെ ആൻസർ മൈനസ് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. 12 എന്നുള്ളത് 30 ആയിട്ട് കൂട്ടിയാൽ വിയുടെ ആൻസർ എന്ത് ചെയ്യും? 6.67 എന്നുള്ളത് 10 ആയിട്ട് കൂടും. അപ്പോൾ ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ആൾസോ ഇൻക്രീസസ് എന്നാണ് എൻ്റെ ആൻസർ. ഈ വാല്യൂ നോക്കുമ്പോൾ മനസ്സിലായില്ലേ? എന്താണ് ഓബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 12 ആയിരുന്നത് 30 ആക്കി കൂട്ടി. അപ്പൊ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് പോളിൽ നിന്ന് 6.67 സെന്റിമീറ്റർ റൈറ്റിലായിരുന്നത് 10 സെന്റിമീറ്റർ റൈറ്റിലേക്ക് കൂടി മാറി. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് ഫ്രം ദ പോൾ ആൾസോ ഇൻക്രീസസ്. ടുവേഴ്സ് റൈറ്റ് ആണെന്നുള്ള ഓർമ്മ വേണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ടാങ്ക് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ ടു എ ഹൈറ്റ് 12.5 സെന്റിമീറ്റർ. ഒരു ടാങ്കിൽ വെള്ളമുണ്ട് 12.5 സെന്റിമീറ്റർ ഹൈറ്റിൽ. ഇനി നമുക്ക് വരാം. ഇതാണ് നമ്മുടെ ടാങ്ക്. ഇതില് ഇത്ര ഹൈറ്റ് വെള്ളമുണ്ട്, 12.5 സെന്റിമീറ്റർ വെള്ളമുണ്ട്. ഓക്കെ, ഇനി അപ്പാരന്റ് ഡെപ്ത് ഓഫ് എ നീഡിൽ ലൈങ് അറ്റ് ദ ബോട്ടം. അപ്പൊ ഇതിന്റെ അടിയിലൊരു നീഡിലുണ്ട്. അപ്പൊ ഞാനിത് ടാർഗം ചെയ്ത് വരച്ച്. ഓക്കെ, നീഡിൽ ഈസ് മെഷർഡ് ബൈ എ മൈക്രോസ്കോപ്പ് ടു ബി 9.4 സെന്റിമീറ്റർ. ഈ ബോട്ടത്തിൽ കിടക്കുന്ന സാധനം എന്ത് ചെയ്യും? മേളിലോട്ടിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പൊസിഷനാണ്. ഇതാണ് ഇപ്പൊ അപ്പാരന്റ് പൊസിഷൻ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ആക്ച്വൽ പൊസിഷനാണ്. അപ്പൊ ഈ ഇപ്പോഴത്തെ പൊസിഷൻ കാണാൻ വേണ്ടി ഒരു മൈക്രോസ്കോപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി. അപ്പൊ ഇതാണ് അപ്പാരന്റ്, എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പാരന്റ് ഡെപ്ത്, ഇപ്പോഴത്തെ ഡെപ്ത്. ഇതാണ് അപ്പാരന്റ് ഡെപ്ത്. അപ്പാരന്റ് ഡെപ്ത് എത്രയാണ്? 9.4 സെന്റിമീറ്റർ. ഓക്കെ, ഇതുവരെ പ്രശ്നമൊന്നുമില്ല. വാട്ട് ഈസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ കാണും? നിങ്ങൾക്കറിയാം, റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് എന്നാണ്. റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത്. റിയൽ ഡെപ്ത് 12.5 ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്ത് 9.4. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടിക്കോളും 1.33 എന്ന് വരും. 1.3. ഇതിനകത്ത് ആർക്കും ഡൗട്ട് ഇല്ല, എളുപ്പമല്ലേ? ഇനി എന്താണ് വേണ്ടത്? ഇഫ് ദ വാട്ടർ ഈസ് റീപ്ലേസ്ഡ് ബൈ ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.63. പുതിയൊരു ലിക്വിഡ് നിറച്ചു, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.63 ആണ്. അപ് ടു ദ സെയിം ഹൈറ്റ്, അതേ ഹൈറ്റ് തന്നെ നിറച്ചിട്ടുണ്ട്. ബൈ വാട്ട് ഡിസ്റ്റൻസ് ഷുഡ് ദ മൈക്രോസ്കോപ്പ് ഹാവ് ടു ബി മൂവ്ഡ്? മൈക്രോസ്കോപ്പ് എത്ര ദൂരം മാറ്റണം? അപ്പൊ ഞാനിത് വേറെ കളർ ഇങ്ക് വെച്ച് കാണിക്കാം. അപ്പൊ ഇപ്പോഴും പുതിയ ലിക്വിഡിന്റെ ഹൈറ്റും ഇത് തന്നെയാണ്. ആക്ച്വൽ ഡെപ്ത് കറക്റ്റ് ആണ്. ഇനി മൈക്രോസ്കോപ്പ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഈ ഇക്വേഷനകത്ത് നമുക്ക് വാല്യൂ ഇട്ട് നോക്കാം. 1.63 ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ഇപ്പോഴും എത്ര തന്നെയാണ്? റിയൽ ഡെപ്ത് 12.5 തന്നെയാണ്, ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്ത്. അപ്പൊ ഇതിനകത്ത് അപ്പാരന്റ് ഡെപ്ത് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പാരന്റ് ഡെപ്ത് ഇപ്പോഴത്തെ കേസിലെ ഡെപ്ത് എത്ര ഫീൽ ചെയ്യുന്നു കാണാൻ 12.5 ഡിവൈഡഡ് ബൈ 1.63 എന്നാണ്. ഓക്കെ, അപ്പോ ആൻസർ വരുന്നത് 7.7 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഡെപ്ത്. അപ്പൊ ഇപ്പൊ മൈക്രോസ്കോപ്പ് ഇരിക്കുന്നത് ഇവിടെയാണ്. ഇതാണ് ഇപ്പോഴത്തെ അപ്പാരന്റ് ഡെപ്ത്. ഇത് 7.7 ആണ്.
നേരത്തെ എത്രയിലാണ് ഇരുന്നത്? 9.4ലാണ് ഇരുന്നത്. അങ്ങനെയാണെങ്കിൽ മൈക്രോസ്കോപ്പ് എത്ര ദൂരം മാറ്റേണ്ടി വന്നു? ഈ പൊസിഷൻ 1ൽ നിന്ന് പൊസിഷൻ 2ലേക്ക് മൈക്രോസ്കോപ്പ് നീക്കേണ്ടി വന്നു. അതായത് 9.4ൽ നിന്ന് 7.7ലേക്ക് നീക്കേണ്ടി വന്നു. അപ്പോൾ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ബി മൂവ്ഡ്? ഡിസ്റ്റൻസ് കാണാൻ 9.4ൽ നിന്ന് 7.7 മൈനസ് ചെയ്യാം. ആൻസർ 1.7 സെന്റിമീറ്റർ. എളുപ്പമില്ലേ? അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നല്ല ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരുന്നത്. എന്താണ്? ദ ഫോളോയിങ്, ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ദ ഫോളോയിങ് ഫിഗേഴ്സ് എ ബി ഷോ റിഫ്രാക്ഷൻ ഓഫ് ആൻ ഇൻസിഡന്റ് റേ അറ്റ് 60 ഡിഗ്രി വിത്ത് നോർമൽ. അതൊക്കെ നമുക്ക് മനസ്സിലാവും. പ്രഡിക്റ്റ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ ദ തേർഡ് ഫിഗർ. തേർഡ് ഫിഗറിൽ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ പിക്ചർ നമുക്ക് നോക്കാം. നമുക്കിവിടെ ഫസ്റ്റ് പിക്ചർ വെച്ച് എന്താണ് എഴുതാൻ പറ്റുന്നത്? sin 60 ഡിവൈഡ് ബൈ sin 35 എടുത്താൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ കിട്ടും. ഓക്കെ. ഇനി അടുത്തത് ഇതെന്ന് പറഞ്ഞാൽ μg ഡിവൈഡ് ബൈ μa ആണ് എന്ന് അറിയാം. ഇനി ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതും? sin 60 എത്രയാണെന്ന് തന്നാലേ ചെയ്യാൻ പറ്റും. അതിന്റെ ആൻസർ നമുക്കറിയാം, 0.8660 വാല്യൂ ഒരു തരും കേട്ടോ. പിന്നെ ഡിവൈഡ് ബൈ sin 35ന്റെ വാല്യൂ 0.5716 5736 ആൻസർ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.51 എന്ന് കിട്ടും. ഇത്രയും ഡൗട്ടൊന്നും ആർക്കുമില്ലല്ലോ. ഇനി രണ്ടാമത്തെ പിക്ചറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. sin 60 ഡിവൈഡ് ബൈ sin 41 എടുത്താൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ കിട്ടും വിത്ത് റെസ്പെക്ട് ടു എയർ. എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഇതിൽ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ. sin 60യുടെ വാല്യൂ നമുക്കറിയാം 0.8660 ഡിവൈഡ് ബൈ sin 41ന്റെ വാല്യൂ 0.6561. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.32 എന്നാണ്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ട് പിക്ചർ വെച്ചിട്ട് നമ്മൾ ഇത്രയും കാര്യം ചെയ്തു. ഇനി നമുക്ക് മൂന്നാമത്തെ പിക്ചർ വെച്ച് എന്താണ് ചെയ്യാൻ പറ്റും? നമുക്ക് sin 45 ഡിവൈഡ് ബൈ അവിടുത്തെ ആംഗിൾ നമുക്ക് R എന്ന് വിളിക്കാം. sin R എടുത്താൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് കിട്ടും വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ആണല്ലോ. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എന്ന് പറഞ്ഞാൽ μg ഡിവൈഡ് ബൈ μw അല്ലേ? ഓക്കെ. ഇനി ഇതിനെ μg ബൈ μa ഇൻറ്റു μa ബൈ μg എന്നെഴുതിയ പ്രശ്നം വല്ലതും ഉണ്ടോ? ഒരു പ്രശ്നമില്ല. ഇനി നമുക്കിവിടെ ആൻസർ ആയി വരുന്നു. μg ബൈ μaയുടെ ആൻസർ നമ്മുടെ ഉണ്ട്. ഇതാ ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? ഇനി μa ബൈ μgയുടെ ആൻസർ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. ഉണ്ടോ? ഇല്ല. μa ബൈ μw ആണ് കേട്ടോ ഇവിടെ. ഓക്കെ. ഇപ്പൊ μa ബൈ μw ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. തിരിച്ചു. അപ്പൊ നമുക്ക് ഇതിൽ വാല്യൂ ഇടാൻ പറ്റില്ല. μg ബൈ μaയുടെ ആൻസർ എത്ര? 1.51 ഇൻറ്റു μa ബൈ μw ഇല്ല. അപ്പൊ μw ബൈ μaയുടെ ആൻസർ 1.32. അപ്പൊ 1/1.32. ഇത് ചെയ്തെടുക്കണം. ഇപ്പൊ ആൻസർ വരുന്നത് സംതിങ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ sin 45ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ എഴുതാം. sin 45 ഡിവൈഡ് ബൈ sin R is equal to 1.51 ഡിവൈഡ് ബൈ 1.32 എന്നാണ്. ഇനി sin 45 നിങ്ങൾക്ക് അറിയാം 1/√2 അല്ലേ? sin 45 1/√2 ആണ്. അപ്പൊ ഇതിനകത്ത് sin R നിങ്ങൾ കണ്ടുപിടിക്കണം. sin R അങ്ങനെ കണ്ടുപിടിക്കും. sin R is equal to sin 45 into 1.32 ഡിവൈഡ് ബൈ 1.51 എന്നാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. എല്ലാം നോൺ വാല്യൂസ് ആണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ sin Rന്റെ ആൻസർ വരുന്നത് 0.6181 എന്ന് വരും. അപ്പൊ ഇതിനകത്ത് R കണ്ടുപിടിക്കുക. R കാണാൻ sin ഇൻവേഴ്സ് 0.6181 അത് നമ്മൾ ടേബിളിൽ നോക്കണം, അല്ലെങ്കിൽ അവർ ഗിവൺ ആയിരിക്കും. ആൻസർ വരുന്നത് 38.2. കണ്ടില്ലേ? നല്ല ക്വസ്റ്റൻ ആണ്, സൂപ്പർ ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റൻ നോക്കാം. ഇതിനകത്തൊന്നും ടെൻഷൻ ഇല്ല. നിങ്ങൾ ആകെ പെടുന്നത് മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും വരുമ്പോഴാണ് പെട്ടുപോകുന്നത്. ഓക്കെ, അത് നമുക്ക് പെടാതെ നോക്കാം.
A small bulb is placed at the bottom of a tank containing water to a depth 80 centimeter. ഇതിൽ വാട്ടർ ആണ്, 80 സെന്റിമീറ്റർ വാട്ടർ ആണ്. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബൾബിനെയാണ് ഞാൻ എസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇപ്പൊ 80 എന്നുള്ളത് ഈ പിക്ചറിൽ എച്ചിന്റെ വാല്യൂ ആണ്. ഇപ്പൊ എച്ചിന്റെ വാല്യൂ ആണ് 80, കണ്ടല്ലോ. ഇനി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സർഫസ് ഓഫ് വാട്ടർ ത്രൂ വിച്ച് ലൈറ്റ് ഫ്രം ബൾബ് ക്യാൻ എമർജ് ഔട്ട്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 1.33. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബൾബിൽ നിന്ന് ലൈറ്റ് വന്നിട്ട് സർഫസിൽ കൂടെ ഗ്രേസ് ചെയ്ത് പോകുന്ന ആ കണ്ടീഷൻ നമുക്ക് വരയ്ക്കാം. വരയ്ക്കാം. അത് ആ സമയത്ത് നമ്മുടെ ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടീഷനാണ് ഇപ്പൊ വരച്ചിരിക്കുന്നത്. അപ്പൊ ആ ബ്രിം കണ്ടീഷൻ വരയ്ക്കുക. ഇനി ഇവിടെ നിങ്ങൾ തന്നെ നോക്കുക, ലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. കാണുക, ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കും, ആണല്ലോ. IC എന്നാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. ഇനി അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇക്വേഷൻ 1/sin c ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ 1/sin IC ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33 എന്നാണ്. അപ്പൊ ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഇതാണ് 1/1.33 ഈക്വൽ ടു sin IC എന്നാണ്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾ sin IC കണ്ടുപിടിക്കണം. അപ്പൊ sin ICയുടെ ആൻസർ വരുന്നത് sin IC ഈക്വൽ ടു, കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക, 3/4 എന്ന് വരും. ബുദ്ധിമുട്ടിയാണ്. ഇത് ഒന്ന് കണ്ടുപിടിക്കണം. ചെറിയ മെനക്കേടൊക്കെ ഉണ്ട്. ഇനി sin IC അറിയാമെങ്കിൽ cos IC കണ്ടുപിടിക്കാറുണ്ട്. എന്താണ്? sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ ആണ് 1. ഓക്കെ, ഇപ്പൊ cos സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് sin സ്ക്വയർ തീറ്റ എന്നാണ്. അപ്പൊ cos തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് sin സ്ക്വയർ തീറ്റയുടെ റൂട്ട് എന്നാണ്. ഓക്കെ, അപ്പൊ റൂട്ട് ഓഫ് 1 മൈനസ് sin ICയുടെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് 9/16 വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. യു വിൽ ബി ഗെറ്റിംഗ് cos IC. cos ICയുടെ ആൻസർ √7/4 എന്ന് വരും. sin IC cos IC അറിയാമെങ്കിൽ tan IC കണ്ടുപിടിക്കാൻ പറ്റും. tan IC എന്ന് പറഞ്ഞാൽ sin IC /cos IC. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ വരുന്നത് 3/√7 എന്നാണ്. ഇത്രയും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി നേരെ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. നിങ്ങളുടെ ഇവിടെ വാട്ടർ സർഫസിൽ ഒരു സർക്കിൾ കാണാം. നിങ്ങൾക്ക് കണ്ടില്ലേ? ഷെയ്ഡ് ചെയ്തു ഞാനിപ്പോൾ. ആ സർക്കിളിന്റെ റേഡിയസ് 6 ആണ്. 6 കണ്ടുപിടിച്ചാൽ ഏരിയ എത്രയാണ്? πr² അല്ലേ? ആ സർക്കുലാർ റീജിയൻ വഴിയാണ് ലൈറ്റ് വെളിയിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ കാണാൻ πr² ആണ് കണ്ടുപിടിക്കുന്നത്. ആ പിക്ചർ നേരെ നോക്കുക, 6 അങ്ങനെ കണ്ടുപിടിക്കും. tan ഓഫ് IC എടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ 6 എന്ന് പറയുന്നത് h tan IC എന്നാണ്. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. A is equal to പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു 6ന്റെ സ്ക്വയർ. അപ്പൊ h² tan സ്ക്വയർ IC എന്നാണ്. ഓക്കെ, പഠിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ A is equal to 3.14 ഇൻറ്റു hന്റെ സ്ക്വയർ. hന്റെ വാല്യൂ ഇവിടെ ഉണ്ട്, 80 ഇൻറ്റു 10⁻⁻² ഇൻറ്റു tan സ്ക്വയർ IC. tan IC നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിന്റെ സ്ക്വയർ. അപ്പൊ 9/7. ഇത് ചെയ്തെടുക്കണം. യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ 2.6 എന്ന് വരും. 2.6. ഓക്കെ, ടെൻഷൻ പിടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ യൂണിറ്റ് ഒക്കെ നിങ്ങൾ ഇട്ടോണം. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇനി അടുത്തത്, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം നല്ല അടിപൊളി ക്വസ്റ്റൻ ആണ്. A prism is made of glass of unknown refractive index. Parallel beam of light is incident on one face. The angle of minimum deviation is 40 degree. What is a refractive index of material of prism? Refracting angle of the prism 60 ആണെന്ന് പറയുന്നുണ്ട്. Refractive index 1.33 ആണെന്ന് പറയുന്നുണ്ട്. ഒന്നുമില്ല, ഒരു പ്രിസം ആണ്. പിന്നെ പാരലൽ ബീം ഓഫ് ലൈറ്റ്, അതിൻ്റെ ലൈറ്റ് വീഴുന്നു. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ അപ്പൊ നമ്മൾ ഡി എന്നാണ് എടുത്തത്. ഡിയുടെ ആൻസർ 40 എന്നാണ്. അപ്പൊ DM എന്നാണ് എടുത്തത്. ഇനി വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇനി എന്താണ്, വാട്ട് ഈസ് ദ മെറ്റീരിയൽ? എയുടെ വാല്യൂ 60 എന്ന് പറയുന്നുണ്ട്.
ഇനി ബാക്കി നമുക്ക് ചെയ്യാം. ആദ്യത്തെ കേസ് ഇത്രയാണ്. പ്രിസം എയറിലിരിക്കുകയാണ് കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അങ്ങനെ കണ്ടുപിടിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് അങ്ങനെ കണ്ടുപിടിക്കും. സൈൻ എ പ്ലസ് ഡി എം ബൈ 2 ഡിവൈഡ് ബൈ സൈൻ എ ബൈ 2. സൈൻ എയുടെ ആൻസർ 60 പ്ലസ് 40 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ സൈൻ 60 ബൈ 2. ആൻസർ സൈൻ 50 ഡിവൈഡ് ബൈ സൈൻ 30 എന്നാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.532. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ വാല്യൂസ് സൈൻ 15 സൈൻ 30 ഒക്കെ അവർ തരും. അപ്പം അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം അത്രയും പാർട്ടുകൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് എനിക്കറിയാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി എന്താ വേണ്ടത്? ഈ സെയിം പ്രിസം ഈസ് നൗ പ്ലേസ്ഡ് ഇൻ വാട്ടർ. ഇതിനെ വെള്ളത്തിൽ വെച്ചു. അപ്പം ഇപ്പം നമുക്ക് കിട്ടിയത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ആണ് ഇപ്പം ഈ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതേ പ്രിസം വാട്ടറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ആണ്. അപ്പോൾ അവിടുത്തെ കേസിൽ സൈൻ എയുടെ ആൻസർ മാറുമോ? ഇല്ല, സെയിം പ്രിസം അല്ലേ. ഡി എമ്മിൻ്റെ ആൻസർ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഡി എം തന്നെ ഇടാം. ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ സൈൻ എ ബൈ 2 60 ബൈ 2. അപ്പോൾ നമുക്ക് വാല്യൂ ഇടാം. മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.33 ഈക്വൽ ടു സൈൻ 60 പ്ലസ് ഡി എം ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ സൈൻ 30. ഇത് ക്രോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സൈൻ 60 പ്ലസ് ഡി എം ബൈ 2 ഈസ് ഈക്വൽ ടു 1.33 ഇൻറ്റു സൈൻ 30. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ആൻസർ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത്, ഇതിൻ്റെ ആൻസർ സൈൻ 60 പ്ലസ് ഡി എം ഡിവൈഡ് ബൈ 2ൻ്റെ ആൻസർ വരുന്നത് 0.5759 ആണ്. ഇനി നമുക്ക് നമ്മുടെ സൈൻ എത്രയാണ് ഇതെന്ന് നോക്കണം. ഓക്കെ, ആൻസർ വരുന്നത് തീറ്റയുടെ ആൻസർ 60 പ്ലസ് ഡി എം ബൈ 2 ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 0.5759 എന്നാണ്. അപ്പോൾ 60 പ്ലസ് ഡി എം ഡിവൈഡ് ബൈ 2ൻ്റെ ആൻസർ സൈൻ ഇൻവേഴ്സ് ഇതിൻ്റെ ആൻസർ വരുന്നത് 35 ഡിഗ്രി 10 മിനിറ്റ് എന്നാണ്. ഓക്കെ, ഇനി ഇതിനെ 30 പ്ലസ് ഡി എം ബൈ 2 ഇസ് ഈക്വൽ ടു 35 ഡിഗ്രി 10 മിനിറ്റ് എന്ന് എഴുതി. ഇനി ഡി എം ബൈ 2 എഴുതുമ്പോഴത്തേക്ക് ഇസ് ഈക്വൽ ടു 35 ഡിഗ്രി 10 മിനിറ്റ് മൈനസ് 30 ഡിഗ്രി. കണ്ടില്ലേ? അപ്പോൾ ആൻസർ വരുന്നത് ഡി എം ബൈ 2ൻ്റെ ആൻസർ വരുന്നത് 5 ഡിഗ്രി 10 മിനിറ്റ് എന്നാണ്. 5 ഡിഗ്രി 10 മിനിറ്റ്. കണ്ടില്ലേ? അപ്പോൾ ഇതിനെ ക്രോസ് ചെയ്യുക. അപ്പോൾ ഡി എമ്മിൻ്റെ ആൻസർ അതാ വരും. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10 ഡിഗ്രി 20 മിനിറ്റ്. പൊളിയല്ലേ? നല്ല ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ വാല്യൂസ് ഒക്കെ ഇട്ട് നമ്മളെ കിളി ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു. സ്വാഭാവികം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡബിൾ കോൺവെക്സ് ലെൻസ് ആർ ടു ബി മാനുഫാക്ചർഡ് ഫ്രം ഗ്ലാസ്. കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കാൻ പോവാണ്. ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.55 ആണ് ഉപയോഗിക്കുന്നത്. വിത്ത് ബോത്ത് ഫേസസ് ഓഫ് സെയിം റേഡിയസ്. രണ്ട് സർഫസിന്റെ റേഡിയസ് സെയിം ആണ്. What is the radius of curvature if the focal length is 20? Focal length 20 ആണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 20 ആണ്, പോസിറ്റീവ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.55. ഓക്കെ, എന്താണ് വേണ്ടത്? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ? R അത്ര എന്നാണ്. അപ്പോൾ നമുക്ക് കോൺവെക്സ് ലെൻസ് ആണിത്. ഇത് ഫസ്റ്റ് സർഫസ്, ഇത് സെക്കൻഡ് സർഫസ് ആണ്. ഫസ്റ്റ് സർഫസിനെ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഒരു സ്ഫിയർ വരിക. അപ്പോൾ അതിൻ്റെ റേഡിയസ് എടുക്കുമ്പോൾ ഇങ്ങോട്ട് വരിക, റൈറ്റിലോട്ട്. അപ്പോൾ R1 എന്ന് പറയുന്നത് പോസിറ്റീവ് R വരും. ഇനി തിരിച്ച് രണ്ടാമത്തെ സർഫസിനെ കംപ്ലീറ്റ് ചെയ്താൽ ഇങ്ങനെയാണ് വരിക, ഉണ്ടല്ലേ? അപ്പോൾ അതിൻ്റെ റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് മെഷർ ചെയ്യാം. R2ൻ്റെ ആൻസർ മൈനസ് ആണ്. അത്രയും ഡൗട്ടൊന്നുമില്ല. ഇനി ലെൻസ് മേക്കേഴ്സ് ഫോർമുല നമുക്കറിയാം. 1/f ഈക്വൽ ടു n-1 അല്ലെങ്കിൽ μ-1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. 1/20 ഈസ് ഈക്വൽ ടു മ്യൂവിൻ്റെ വാല്യൂ 1.55 മൈനസ് 1 ഇൻറ്റു 1/r മൈനസ് 1/- ആണ്. അപ്പോൾ 1/20 ഈസ് ഈക്വൽ ടു 0.55 ഇൻറ്റു എത്ര വരും? 2/r എന്ന് വരും.
ഇനി റീഅറേഞ്ച് ചെയ്യുക, R കണ്ടുപിടിക്കുക നിങ്ങൾ. R is equal to 22 എന്ന് വരും. ഓക്കെ, സെന്റിമീറ്റർ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഇത് പ്രയാസമൊന്നുമില്ല, ഭയങ്കര ഭീകര ക്വസ്റ്റ്യൻ ഒന്നും അല്ല, നല്ല എളുപ്പം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത് നോക്കലേ. എ ബീം ഓഫ് ലൈറ്റ് കൺവെർജസ് ടു എ പോയിന്റ് P. ലൈറ്റ് വന്നിട്ട് ഒരു പോയിന്റിൽ കൺവെർജ് ചെയ്യാം. അതാ ഇതാണ് ലൈറ്റ്. ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഒരു പോയിന്റിൽ കൺവെർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ കൺവെർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പോയിന്റിന്റെ പേര് P എന്ന്. ഇനി എന്താണ് ചോദ്യം? അറ്റ് വാട്ട് പോയിന്റ് ഡസ് ബീം കൺവെർജ് ഇഫ് ഇറ്റ് ഈസ് എ കോൺവെക്സ് ലെൻസ്? ഇഫ് എ ലെൻസ് കോൺവെക്സ് ലെൻസ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത്. ഇവിടെ എവിടെയെങ്കിലും ഒരു കോൺവെക്സ് ലെൻസ് എടുത്ത് വെച്ചാൽ പുതിയ കൺവെർജിങ് പോയിന്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 20 എന്നാണ്, 20 സെന്റിമീറ്റർ എന്നാണ്. ഇനി ഈ പോയിന്റ് P എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഓബ്ജക്റ്റ് ആണ് ഈ ലെൻസിനെ സംബന്ധിച്ച്. അപ്പോൾ ഓബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് U. ഇത് സെന്ററിൽ നിന്ന്, ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് റൈറ്റിലോട്ടാണ് മെഷർ ചെയ്യുന്നത്, അപ്പോൾ പോസിറ്റീവ്. ഇനി ഈ ഡിസ്റ്റൻസ് U ആണ്. അതിന്റെ വാല്യൂ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 12 സെന്റിമീറ്റർ ഫ്രം P എന്നാണ് ലെൻസിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവ് 12 ആണ്. ഇനി നിങ്ങൾ കണ്ടുപിടിക്കാനുള്ളത് ബീം കൺവെർജ് ചെയ്യുന്ന പുതിയ പോയിന്റ്. എവിടെയാണ് കൺവെർജ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് V എന്ന് വിളിക്കാം. V കണ്ടുപിടിക്കാം. എങ്ങനെയാണ് V കാണുന്നത്? 1/V minus 1/U is equal to 1/U. അപ്പോൾ 1/V is equal to 1/F plus 1/U എന്ന്. അപ്പോൾ ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ വാല്യൂ ഇടുക, 1/V കാണുക, അതിൽ നിന്ന് V നിങ്ങൾ കാണുക. വിയുടെ ആൻസർ 7.5 സെന്റിമീറ്റർ. അതായത് ഈ ദൂരം എത്രയുണ്ട്? 12 ഉണ്ട്. അപ്പോൾ ഇതിന്റെ അടുത്ത് എവിടെയെങ്കിലും, ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും പുതിയ പോയിന്റ്. ഇവിടെ ആയിരിക്കും ഫോക്കസ് ചെയ്യുക. കണ്ടോ, ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് 7.5 സെന്റിമീറ്റർ. ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? ഇനി ഇതിന് പകരം കോൺകേവ് ലെൻസ് വെച്ചാൽ എന്ത് സംഭവിക്കുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മളിവിടെ പോയിന്റ് P ആണ്. ഇനി നമ്മളിവിടെ വയ്ക്കാൻ പോകുന്നത് കോൺകേവ് ആണ്. കോൺകേവ് ആണ്. എത്ര ദൂരം വെച്ചിരിക്കുന്നു? U is equal to 12 വെച്ചിരിക്കുന്നു. ഇനി P ഡാഷ് എവിടെയെന്നാണ് ചോദ്യം. ഇതിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്, എത്രയാണ്? 16 ആണ്. കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് മൈനസ് ആണ്. ഇനി ഇതിനകത്തും 1/V is equal to 1/F plus 1/U. ഓക്കെ, അപ്പൊ ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കണം. നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. നിങ്ങൾ ചെയ്യുക, നിങ്ങൾ V കണ്ടുപിടിക്കുക. V കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് 48 സെന്റിമീറ്റർ വരും. അടിപൊളിയല്ലേ? അപ്പൊ ഇത്രയും നേരം 12-ലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇമേജ് എത്ര ദൂരെ കിട്ടും? അങ്ങ് ദൂരെ 48-ൽ കിട്ടും. കണ്ടില്ലേ? അപ്പൊ ഈ ദൂരം 48 എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നു? What is the focal length of combination of a convex lens? Focal length 30. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് F1 എന്ന് വിളിക്കാം, 30 പോസിറ്റീവ് ആണ്. കോൺകേവ് ലെൻസ് അതിന്റെ ഫോക്കൽ ലെങ്ത് F2 എന്ന് വിളിക്കാം, അത് 20, അത് മൈനസ് ആണ്. ഇനി what is a combined focal length? 1/F is equal to 1/F1 plus 1/F2 എന്നാണ്. അപ്പോൾ 1/F is equal to 1/30 plus 1/20 എന്നാണ്. അപ്പോൾ 1/F is equal to 30 into 20 plus 30 എന്നാണ്. നിങ്ങൾ ഇതിൽ നിന്ന് F കണ്ടുപിടിക്കുക. അപ്പോൾ എഫിന്റെ ആൻസർ വരുന്നത് -16 വരും. എഫിന്റെ ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഇത് മൈനസ് അല്ലേ? ഓക്കെ, ഇത് ഞാൻ എഴുതുന്നില്ല. അപ്പോൾ എഫ് കണ്ടുപിടിക്കുക, -60 വരും. ഓക്കെ, ഇത് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇനി ഈസ് ദ സിസ്റ്റം കൺവെർജിങ് ഓർ ഡൈവർജിങ്? ഹിയർ എഫ് ഈസ് നെഗറ്റീവ്. എഫ് നെഗറ്റീവ് ആണ്. therefore കൺവെർജിങ് ആണോ ഡൈവർജിങ് ആണോ? ഡൈവർ. കോൺവെക്സ് ആണോ കോൺകേവ് ആണോ? കോൺകേവ്. ഓക്കെ, അതാണ് ചോദ്യം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നല്ല ക്വസ്റ്റ്യൻ. എന്താണ്? എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഇത് കൺസിസ്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത് 2 സെന്റിമീറ്റർ. ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് ഞാൻ ഇവിടെ എഴുതാം,
focal length of objective 2 centimeter. Eyepiece of focal length 6.25. അവർ പടമൊന്നും തന്നിട്ടില്ല, നമ്മൾ വരച്ച് നോക്കണം. ഓക്കെ, ഇനി സെപ്പറേറ്റഡ് ഫ്രം എ ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ. ഈ ഒബ്ജക്റ്റീവും ഐ പീസും തമ്മിൽ എത്ര ദൂരമുണ്ട്? 15 സെന്റിമീറ്റർ. ഹൗ ഫാർ ഫ്രം ദ ഒബ്ജക്റ്റീവ് ഷുഡ് ആൻ ഒബ്ജക്റ്റ് ബി പ്ലേസ്ഡ്? അപ്പോൾ എന്താണ്, ഒരു ഒബ്ജക്റ്റ് എത്ര ദൂരം വയ്ക്കണം? അതായത് യു ഒ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. യു എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈനൽ ഇമേജ് ലീസ്റ്റ് ഡിസ്റ്റൻസിലാണ്. ഫൈനൽ ഇമേജ് ലീസ്റ്റ് ഡിസ്റ്റൻസിലാണ് കേട്ടല്ലേ. ഇപ്പൊ ഡിയുടെ വാല്യൂ 25 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എവിടെ ആയിരിക്കും ഫൈനൽ ഇമേജ് ഉണ്ടാവുന്നത്? അപ്പൊ നമുക്കിവിടെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം? ഐ പീസ് ലെൻസിനെ നിങ്ങൾക്ക് അറിയാം, കാണാൻ പറ്റുന്നുണ്ട്. ഐ പീസ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് ഉണ്ട്. ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് 6.25 ആണ്. ഇനി ഐ പീസ്, പിന്നെ ഐ പീസിലെ എന്നുള്ള ഇമേജ് ഏതാ മക്കളെ? നന്നായിട്ട് നോക്കണം. ഐ പീസ് ഉണ്ടാക്കുന്ന ഇമേജ് ആണ് ഇത്. അതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്ട് ഇതാ. ഇത് ലെഫ്റ്റിലോട്ടാണ് മെഷർ ചെയ്യുന്നത്. അത് എത്രയാണ്? ലീസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, 25 ആണ്. ഓക്കെ, അപ്പോ ഞാൻ ആ വാല്യൂ എഴുതാം. അപ്പോൾ ഐ പീസിലേക്കുള്ള ഫൈനൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വി ഐ പീസ് എന്ന് പറയുന്നത് ഡിക്ക് ഈക്വൽ ആണ്. അത് -25 വന്നിട്ട് അല്ലേ, -25. ഇനി എന്താ വേണ്ടത്? ഇപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ യു ഓഫ് ഐ പീസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓബ്ജക്റ്റ് ഓഫ് ഐ പീസ് എവിടെയാണ് ഇരിക്കുന്നത്? യു ഓഫ് ഐ പീസ് എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഈ റൗണ്ട് ചെയ്യുന്ന സാധനമാണ് ഐ പീസിന്റെ ഓബ്ജക്റ്റ്. അതിലേക്കുള്ള ദൂരം ഇതാണ് യു ഓഫ് ഐ പീസ്. ഇത് കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? ഫോക്കൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? സോറി, യു എങ്ങനെ കാണും? ലെൻസ് ഫോർമുല ഉപയോഗിക്കുക. 1/v + 1/u = 1/f. മൈനസ് അല്ലേ? ഓക്കെ, ഇവിടെ ഐ പീസിന്റെ ആയതുകൊണ്ട് ഇവിടെ അല്ല ഇ എന്നിട്ട് ഇതിനകത്തുനിന്ന് നിങ്ങൾ യു ഇ കണ്ടുപിടിക്കുക. ഞാൻ ചെയ്യുന്നില്ല. യു ഇ കണ്ടുപിടിക്കുമ്പോൾ -5 സെന്റിമീറ്റർ വന്നിട്ട്, അതായത് ഐ പീസിന്റെ ലെഫ്റ്റില് 5 സെന്റിമീറ്റർ ദൂരെ ആര് വരും? ഇമേജ് വരും. ഇത്രയും മനസ്സിലായി. ഇനി എന്താണ് അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണെന്ന് നേരെ നോക്കുക. എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? യു ഒ ആണ്. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് 2 ആണ്. യു ഓഫ് ഒബ്ജക്റ്റീവ് ആണ് കാണേണ്ടത്. ഇനി അവന്റെ ഇമേജിലേക്കുള്ള ദൂരം വി ഒ എങ്ങനെ കാണുമെന്ന് പറയും. അങ്ങനെയാണ്. നിങ്ങൾ ഈ പിക്ചറിലോട്ട് സൂക്ഷിച്ചു നോക്കുക, നല്ല എളുപ്പമാണ്. ഇത്രയും ദൂരം 15 ആണ്. ഓക്കെ, ഈ ദൂരം ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 5 സെന്റിമീറ്റർ ആണ്. അത് നെഗറ്റീവ് ഒന്നും മനസ്സിൽ വയ്ക്കരുത്, അത് ലെഫ്റ്റിലോട്ടെന്നാണ്. അപ്പൊ ഇത് 5, ഇത് 15. അപ്പൊ ഇവിടുന്ന് ഇതുവരെയുള്ള ദൂരം എത്ര? 15 - 5. ആൻസർ എഴുതാം. 15 - 5. ആൻസർ 10 ആണ്. പറ്റില്ലേ? ഇത്രയും പിടി കിട്ടി. ഇനി നമ്മുടെ യു ഒ കണ്ടുപിടിക്കാം. യു കണ്ടുപിടിക്കാൻ എന്താ പാട്? 1/v + 1/u = 1/f എന്നാണ്. ഇത് ഒബ്ജക്റ്റീവിൻ്റെതാണ് എല്ലാം. ഇതിനകത്തുനിന്ന് വി ഒ ഉണ്ട്, എഫ് ഒ ഉണ്ട്. നിങ്ങൾ യു ഒ കണ്ടുപിടിക്കണം. അപ്പൊ യു ഒ കണ്ടുപിടിക്കുമ്പോൾ -2.5 സെന്റിമീറ്റർ. അതായത് എന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ലെഫ്റ്റില് 2.5 സെന്റിമീറ്റർ ദൂരം ഇമേജ് ഉണ്ടാവുന്നത് ഇടണം. സോ ഇമേജ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2.5 സെന്റിമീറ്റർ ടു ദ ലെഫ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് എടുത്തത്. അടിപൊളി. ഇനി എന്താണ്? മാഗ്നിഫൈങ് പവർ കാണാനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം മാഗ്നിഫൈങ് പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? VO/UO × 1 + D/FE എന്നാണ് നമ്മൾ പഠിച്ചത്. സൈൻ ഒന്നും നിങ്ങൾ എടുക്കണ്ട കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഇപ്പൊ വിഒയുടെ ആൻസർ നമുക്ക് അറിയാം. ഈ വിഒയുടെ ആൻസർ എത്രയാ? ആ കിട്ടിയ വാല്യൂ ഇടാവും. വിഒയുടെ ആൻസർ എഴുതുമ്പോഴത്തേക്ക് വിഒയുടെ ആൻസർ ഇവിടെ എവിടെയുണ്ട്? 10 എന്ന്. യുഒയുടെ ആൻസർ ഇവിടെ എവിടെയുണ്ട്? അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് യുഒയുടെ ആൻസർ
നെഗറ്റീവ് സംതിങ് എന്നാണ്. അതിന് സൈൻ ഇടാതെ എഴുതുക 2.5. 1 പ്ലസ് ഡിയുടെ ആൻസർ സൈൻ ഇല്ലാതെ എഴുതുക. സൈൻ ഇല്ലാതെ എഴുതിയാണ് 25. ഓക്കെ, എഫ് ഇയുടെ ആൻസർ 6.25. ഈ സൈൻ ഇല്ലാതെ എഴുതാൻ പറഞ്ഞത് കെയർ ആയിരിക്കണം, അത് അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ എമ്മിൻ്റെ ആൻസർ കിട്ടിക്കോളും. എമ്മിൻ്റെ ആൻസർ വരുന്നത് 20 എന്നാണ്. നല്ലതായിട്ട് സൂക്ഷിക്കണം. ഈ സൈൻ വേണ്ടെന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചില്ലെങ്കിൽ തെറ്റിപ്പോകും. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത കേസ് ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇതേ സംഭവം വീണ്ടും കണ്ടുപിടിക്കണം. അപ്പം ഇനി നിങ്ങൾക്ക് അടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ സെയിം പ്രോബ്ലം. അതിൽ വീണ്ടും ഞാൻ വാല്യൂസ് എഴുതി വയ്ക്കാം. ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് 2 ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് എന്ന് പറഞ്ഞാൽ 6.25 ആണ്. ഇനി എന്താണ് വേണ്ടത്? രണ്ട് ലെൻസ് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എത്ര ദൂരെയാണ്? 15 ആണ്. ഇനി ബാക്കി ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിലാണ്, 3 ആണ്. നമുക്കിത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഐ പീസിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് ഉണ്ട് 6.25. ഇനി ഐ പീസിന്റെ ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലാണ്. ഐ പീസിന്റെ ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഐ പീസിന്റെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്ര വരും നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട, 1/v - 1/u = 1/f നിങ്ങൾക്ക് അറിയാം. ഇതെല്ലാം ഐ പീസിന്റെ അങ്ങോട്ട് വാല്യൂ ഇടുക. ഇനി ഇതിൽ നിന്ന് 1/ue കാണുക, നിങ്ങൾ ue കാണുക. അപ്പൊ ue കാണുമ്പോഴത്തേക്ക് യുടെ ആൻസർ -6.25 എന്നാണ്. അതായത് ഐ പീസിന്റെ ലെഫ്റ്റിലാണ് ഇമേജ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇതിനകത്ത് ടെൻഷൻ ഇല്ല. ഇനി അതുപോലെ തന്നെ ഒബ്ജക്റ്റീവിൻ്റെത് കാണാം. ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് എത്രയാണ്? 2 ആണ്. ഒബ്ജക്റ്റീവിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് എങ്ങനെ കാണും? നിങ്ങൾ തന്നെ ഇവിടെ നേരെ നോക്കുക, നന്നായിട്ട് നോക്കിയ കാര്യം പിടികിട്ടും. ഈ ദൂരം 15 ആണ്. ഓക്കെ, ഈ ദൂരം ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു 6.25 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എത്ര എന്നാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. ഇതാണ് വി ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പോൾ അത് കാണാൻ നമ്മൾ 15 ഇത് മൈനസ് ചെയ്യാം. അപ്പോൾ 15 - 6.25 ചെയ്യുക. 8.75 എന്ന് വരും. കണ്ടോ? അപ്പോൾ എഫ് ഒ ഉണ്ട്, വി ഒ ഉണ്ട്. ഇനി യു ഒ കണ്ടുപിടിക്കലല്ലേ നമ്മുടെ പണി. യു ഒ കണ്ടുപിടിക്കുക. നമ്മുടെ ഫോർമുല 1/v - 1/u = 1/f എന്നാണ്. ഇത് ഒബ്ജക്റ്റീവിൻ്റെ ഇടുക. ഓക്കെ, ഇനി നിങ്ങൾ ഇതിനകത്തുനിന്ന് യു ഒ കണ്ടുപിടിക്കുക. അപ്പോൾ യു ഒയുടെ ആൻസർ വരുന്നത് 2.59 എന്നാണ്. 2.59 സെന്റിമീറ്റർ മൈനസ് ആണ് വരും. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ലെഫ്റ്റിലാണ് ഇമേജ്. ഇമേജ് ഈസ് അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് എന്താണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന്. ഇനി ഇവിടുത്തെ കേസിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താണ്? VO/O × D/FE എന്നാണ് നിങ്ങൾ പഠിച്ചത്. വിഒയുടെ സൈൻ ഒന്നും പറക്കിയിടരുത്. വിഒയുടെ ആൻസർ എത്രയാണെന്ന് നോക്കിയിടുക. 8.75. യുഒയുടെ ആൻസർ സൈൻ ഇല്ലാതെ പറയൂ 2.59. ഡിയുടെ ആൻസർ സൈൻ ഇല്ലാതെ പറയൂ 25. ഇനി ഡിവൈഡ് ബൈ എഫ് ഇയുടെ ആൻസർ 6.25. ഇത് ചെയ്തെടുക്കുക. യു വിൽ ബി ഗെറ്റിംഗ് 13.5. ഇതിലും ഈ പിക്ചർ ഒന്നും ആരും തരില്ല, നമ്മൾ വരച്ച് നോക്കണം. നോക്കുമ്പോൾ പെട്ടെന്ന് പിടികിട്ടും. ഓക്കെ, അത് റഫ് ഫിഗർ വരച്ച് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്മോൾ ടെലിസ്കോപ്പ് ഹാസ് ഒബ്ജക്റ്റീവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 144. അപ്പം നമുക്ക് എഴുതാം. ഒബ്ജക്റ്റീവ് അതിൻ്റെ പിക്ചർ ഒന്നും ആരും തരില്ല, നമ്മൾ വരയ്ക്കുന്നതാണേ. ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് 144 സെന്റിമീറ്റർ. Eyepiece of focal length 6 centimeter. What is the magnifying power? ഇതിന്റെ മാഗ്നിഫൈങ് പവർ എത്ര എന്നാണ്? മാഗ്നിഫൈങ് പവർ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് FO/FE എന്നാണ്. അപ്പോൾ FO 144 / 6 എന്നാണ്. ബട്ട് ആൻസർ 24 എന്ന് വരും. ആദ്യത്തിനകത്ത് ഒരു കുഴപ്പവും ഇല്ലല്ലോ. ഇനി what is the magnifying power? What is the separation between the objective and eyepiece? Objectives എന്നാണ്. ഓക്കെ, ഒബ്ജക്റ്റീവും ഐ പീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര എന്നാണ് ചോദ്യം. അതെങ്ങനെ കാണും മക്കളെ? നമ്മുടെ ഒബ്ജക്റ്റീവ് അവന്റെ ഫോക്കസിലല്ലേ ഇമേജിനെ ഉണ്ടാക്കുന്നത്. ഇവിടെ നോക്കുക,
ഒബ്ജക്റ്റീവ് ലെൻസ് അവന്റെ ഫോക്കസിലല്ലേ ഇമേജ് ഉണ്ടാക്കുന്നത്. ഇത്രയും ദൂരം എന്ന് പറഞ്ഞാൽ FO. ഇനി ആ ഇമേജ് അടുത്തവന്റെ ഫോക്കസിലാണ്, കണ്ടോ, അവന്റെ ഫോക്കസിലാണ്. അപ്പൊ ഈ ദൂരം ഫോക്കസ് ഓഫ് ഐ പീസ് ആണ്, എന്നാലേ ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം FOയും ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം FEയും ആണ്. അപ്പൊ FOയും FEയും കൂടെ ആഡ് ചെയ്താൽ ഡിസ്റ്റൻസ് ആയി. അടിപൊളി. സ്ട്രൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ FOയും FEയും കൂടെ ആഡ് ചെയ്യാം. അതായത് 144ഉം 6ഉം കൂടെ ആഡ് ചെയ്യാം. ആൻസർ 150. തെറ്റിച്ചുള്ളതല്ലേ, ഒരു പടം വരച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ അങ്ങ് ചെയ്യാം. ഓക്കെ, ഫൈനൽ ഇമേജ് എവിടെയാണ്? ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Giant refracting telescope at an observatory has objective lens of focal length 15. Objective lens ന്റെ focal length 15 ആണ്. Eyepiece ന്റെ focal length 1. പിന്നെ what is angular magnification? ഇതിന്റെ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ കാണാൻ നമുക്കറിയാം എന്താണ്, M is equal to FO by FE എന്നാണ്. അപ്പൊ FO 15/1. അപ്പൊ ആൻസർ 15 എന്ന് തന്നെ വരും. ഒരെണ്ണം മീറ്ററിലാണ് കേട്ടോ, സൂക്ഷിക്കണം. ഒരെണ്ണം മീറ്റർ ആണ്, 15 മീറ്റർ ആണ്, 1500 സെന്റിമീറ്റർ. ആൻസർ 1500 എന്നാണ് മക്കളെ. ആക്രമണം പിടിച്ച് ചെയ്യരുത്. 15 മീറ്റർ ആണ്, 30 സെന്റിമീറ്ററിലാണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടി. ഇനി എന്താ വേണ്ടത്? What is angular magnification? If this telescope is used to view moon, ഇത് ഉപയോഗിച്ച് മൂണിനെ കാണാൻ പോവാണ്. ഓക്കെ, ഇനി അപ്പൊ മൂൺ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ആക്ച്വൽ മൂൺ, കണ്ടോ? ഇതാണ് ആക്ച്വൽ ആയിട്ടുള്ള മൂൺ. ഇനി മൂണിന്റെ ഇമേജ് നോക്കാം. മറു സൈഡ് വരയ്ക്കാം, വേറെ കളർ വെച്ച് വരയ്ക്കാം. ഇതാണ് മൂണിന്റെ ഇമേജ്, കണ്ടില്ലേ? ഇനി എന്താണ് നോക്കുന്നത്? ഓബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ആംഗിളും ഇമേജ് ഉണ്ടാക്കുന്ന ആംഗിളും സെയിം ആണ്, കണ്ടില്ലേ? ഓബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ആംഗിളും ഞങ്ങൾ ഒന്നുകൂടെ കാണിക്കാം. എന്താ, ഓബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ആംഗിളും ഇമേജ് ഉണ്ടാക്കുന്ന ആംഗിളും സെയിം ആണ്. ഇനി ബോധത്തോടെ ആലോചിക്കുക. നമ്മൾ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് ചിന്തിച്ചാൽ ആൽഫ, ഇവിടെ തന്നെ പിക്ചറിൽ തന്നെ നിങ്ങൾ നോക്കുക. ആംഗിൾ ആൽഫ ഈസ് ഈക്വൽ ടു ആർക്ക് എന്ന് പറയുന്നത് ഇതിന്റെ ഡയമീറ്റർ ആണ്, ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ മൂൺ തൊട്ട് ഇവിടം വരെയുള്ള ദൂരം, മൂൺ തൊട്ട് എർത്ത് വരെയുള്ള ദൂരം. ഇനി ഇപ്പുറത്തിരിക്കുന്ന ഇമേജ് ആണ്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് ചിന്തിച്ചാൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഇമേജിന്റെ ഡയമീറ്റർ ആണ്. റേഡിയസ് എന്ന് പറയുന്നത് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, കണ്ടില്ലേ? ഇനി നമ്മളിവിടെ ഇമേജിന്റെ ഡയമീറ്റർ നമുക്ക് D എന്ന് വിളിക്കാം. ഞാനിവിടെ വേറെ വെച്ച് മാർക്ക് ചെയ്യാം. ഇമേജിന്റെ ഈ ഡയമീറ്റർ D ആണ്, D. ഓക്കെ, ഇനി നമുക്കിവിടെ ആൽഫ എങ്ങനെ കാണാം? ഫസ്റ്റ് കേസിൽ ആംഗിൾ ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് മൂൺ. ഡയമീറ്റർ ഓഫ് മൂൺ തന്നിട്ടുണ്ടോ എന്ന് നോക്കൂ. ഉണ്ട്. ഡയമീറ്റർ ഓഫ് മൂൺ 3.48 × 10⁻⁶ ഡിവൈഡ് ബൈ റേഡിയസ്. ഇവിടെ നിന്ന് വരെയുള്ള ദൂരം അതെന്ന് പറയുന്നത് മൂൺ തൊട്ട് എർത്ത് വരെയുള്ള ദൂരം. അത് ലൂണാർ ഓർബിറ്റിന്റെ റേഡിയസ് അല്ലേ? 3.8 × 10⁸. അപ്പൊ ആൽഫയുടെ ആൻസർ നമുക്ക് കിട്ടിക്കോളും. ആൽഫ കണ്ടുപിടിക്കേണ്ട. ഇനി അതുപോലെ ആൽഫ കണ്ടുപിടിക്കാൻ അടുത്ത വഴിയാണ് ആർക്ക് ബൈ റേഡിയസ്. D ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് അല്ലേ? ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ്. അപ്പൊ നമുക്ക് ആൽഫ കണ്ടുപിടിക്കാം. ആൽഫ ഈസ് ഈക്വൽ ടു D ഡിവൈഡ് ബൈ 1500. ഇനി രണ്ട് ആൽഫയുടെ ആൻസർ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. RHS തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. 3.48 × 10⁻⁶ ഡിവൈഡ് ബൈ 3.8 × 10⁸ is equal to D by 1500. ഇത് നിങ്ങൾ D കണ്ടുപിടിക്കുക. D is equal to, ഞാൻ പറയണ്ടല്ലോ, അത് ക്രോസ് ചെയ്ത് 13 സംതിങ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ സെന്റിമീറ്ററിൽ എഴുതുക, അതിനെ മീറ്ററിലോട്ട് റിപ്പോർട്ട് ചെയ്യുക. പ്രയാസം ഉണ്ടോ? ഇത് നല്ല ക്വസ്റ്റ്യൻ, വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The image of a small electric bulb fixed on
വാൾട്ട് എന്നാണ് അടിച്ചിരിക്കുന്നത്, വാളാണ് കേട്ടോ. വാൾ. Your room is to be obtained on opposite wall 3 meter away by means of a large convex lens. നമ്മൾ അറിയാമെന്നുള്ള ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഇതൊരു കോൺവെക്സ് ലെൻസ് ആണെന്ന് വെച്ചോ. ഈ 2F ഓബ്ജക്റ്റ് വെച്ചാൽ മറു സൈഡിൽ 2F ഇമേജ് കിട്ടുമെന്നെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അപ്പൊ ഈ ഓബ്ജക്റ്റ് തൊട്ട് ഇതുവരെയുള്ള ദൂരവും ഇമേജ് തൊട്ടുള്ള ഇതുവരെയുള്ള ദൂരവും തമ്മിൽ ആഡ് ചെയ്താൽ 4F വരൂലേ? അപ്പോൾ ഒരു ലെൻസിന്റെ കേസിൽ ഓബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4F. ഓക്കെ, അപ്പോൾ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓബ്ജക്റ്റ് ആൻഡ് ഇമേജ് എന്ന് പറയുന്നത് 4F ആണ്. ഇനി ഓബ്ജക്റ്റ് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്, ഒരു വാളിൽ വെച്ചിട്ടുണ്ട്, ഇമേജ് മറു സൈഡിലുള്ള വാളിൽ 3 മീറ്റർ ദൂരം കിട്ടിയിരിക്കുന്നു. അപ്പൊ ഈ ഡിസ്റ്റൻസിന്റെ വാല്യൂ 3 മീറ്റർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ഫോക്കൽ ലെങ്ത്? 3/4. കണ്ടില്ലേ, 3 മീറ്റർ. സിമ്പിൾ ക്വസ്റ്റൻ ആയിപ്പോയി. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വാട്ട് ഈസ് എ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓബ്ജക്റ്റ് ആൻഡ് റിയൽ ഇമേജ്? ആൻസർ ഈസ് 4. അടുത്ത ക്വസ്റ്റൻ എന്താ വരുന്നത് നോക്കലേ. A screen is placed 90 centimeter from an object. ഒരു സ്ക്രീൻ ഒരു ഓബ്ജക്റ്റിൽ നിന്ന് 90 സെന്റിമീറ്റർ ദൂരെ വെച്ചിരിക്കും. സൂക്ഷിച്ച് ചെയ്യണം, നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഒരു സ്ക്രീൻ വെച്ചിരിക്കുന്നത് ഒരു ഓബ്ജക്റ്റിൽ നിന്ന് 90 സെന്റിമീറ്റർ ദൂരെയാണ്. ഓക്കെ, ഇനി എന്താണ് വെച്ചിരിക്കുന്നത്? ഇമേജ് ഓഫ് ആൻ ഓബ്ജക്റ്റ് ഓൺ സ്ക്രീൻ ഈസ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ് അറ്റ് 2 different locations separated by 20 centimeter. Determine the focal length of the lens. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സ്ക്രീൻ. ഇതാണ് സ്ക്രീൻ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ക്രീൻ ഒരു ഓബ്ജക്റ്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്. ഇതാണ് നമ്മുടെ ഓബ്ജക്റ്റ്. ഓക്കെ, ഇനി ഒരു കോൺവെക്സ് ലെൻസ് ഏതാണ്ട് ഇവിടെ കൊണ്ടുവച്ചു. ഇപ്പോൾ ഈ സ്ക്രീനിൽ ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇനി ലെൻസിന്റെ ഈ പൊസിഷൻ നമുക്ക് L ഉണ്ടെന്ന് വിളിക്കാം. ലെൻസിന് ഇത്തിരി കൂടെ അങ്ങോട്ട് മാറ്റി ഇതാ ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവച്ചു. ഈ പൊസിഷനിൽ വെച്ചപ്പോഴും സ്ക്രീനിൽ ഇമേജ് കിട്ടും. ഇനി നിങ്ങളുടെ ഈ 2 പൊസിഷൻസ് തമ്മിലുള്ള ഈ ദൂരം 20 എന്ന് പറയുന്നു. ക്വസ്റ്റ്യനകത്ത് ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഈ ദൂരവും X എന്ന് ഞാൻ എടുക്കും, ഈ ദൂരവും X എന്ന് ഞാൻ എടുക്കും. അതെന്താ അങ്ങനെ? ഞാൻ പറയട്ടെ. കണ്ട, ഇതാണ്. നേരെ നോക്കണം. ഇതാണല്ലോ ഓബ്ജക്റ്റ്. ഈ ഓബ്ജക്റ്റിനെ ഈ ലെൻസിൽ നിന്ന് X ദൂരെ വെച്ചിരിക്കുക. അപ്പം മറു സൈഡിൽ X+20 ദൂരത്തിൽ ഇമേജ് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ കേസിൽ ഓബ്ജക്റ്റിനെ X+20 ദൂരത്തിൽ വെച്ചു. അപ്പൊ ഇമേജ് എത്ര ദൂരത്തിൽ കിട്ടും? X കിട്ടും. ഈ ലോജിക്ക് വെച്ചാണ് ഞാൻ 2 പടം വരച്ചു വെച്ചിരിക്കുന്നത്. ഓബ്ജക്റ്റിനെ ലെൻസിൽ നിന്ന് X ദൂരെ വെച്ചാൽ ഇമേജ് X+20 ദൂരത്തിൽ കിട്ടും. ഓബ്ജക്റ്റിനെ ലെൻസിൽ നിന്ന് X+20 ദൂരത്തിൽ വെച്ചാൽ ഇമേജ് X ദൂരത്തിൽ കിട്ടും. അപ്പൊ ഞാൻ എക്സും എടുത്തതിനകത്തുള്ള ലോജിക്ക് കൂടി കിട്ടിയല്ലോ. ഇനി നമുക്കിവിടെ നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഓബ്ജക്റ്റ് തൊട്ട് സ്ക്രീൻ വരെയുള്ള ഈ ദൂരം 90 എന്ന ക്വസ്റ്റിനകത്ത് ആദ്യമേ പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് എഴുതാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ എക്സും 20 കൂടെ ആഡ് ചെയ്താൽ 90 വരും. അപ്പൊ 2x+20 = 90. അപ്പോൾ 2x = 70 എന്നാണ്. അപ്പൊ x = 35. അപ്പൊ എക്സിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് കാണേണ്ടത് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റ് കേസ് നമുക്ക് എടുക്കാം. ഫസ്റ്റ് കേസിൽ യുവിന്റെ വാല്യൂ, ലെൻസിൽ നിന്ന് ഓബ്ജക്റ്റിലോട്ടുള്ള ദൂരം x അല്ലേ, അത് -35 എന്നല്ലേ നമ്മൾ എടുക്കൂ, ലെഫ്റ്റിലോട്ടായതുകൊണ്ട്. ഓക്കെ, അപ്പൊ -35 ആണ്. ഇനി ഇമേജ് എത്ര ദൂരം ഉണ്ടായിരിക്കുന്നത്? V. അതിന്റെ റൈറ്റില് 20 + x ദൂരത്തിലാണ്. അപ്പൊ 20 + x വാല്യൂ 35. അപ്പൊ ആൻസർ 55 ആണ്. അപ്പൊ U ഉണ്ട്, V ഉണ്ട്. ഇനി ഫോക്കൽ ലെങ്ത് കാണാൻ നിങ്ങളെ കൊണ്ട് ഒക്കൂലേ? എന്താണ് ഇക്വേഷൻ? 1/f = 1/v - 1/v. ഇതിൽ വാല്യൂ ഇടുക, നിങ്ങൾ F കണ്ടുപിടിക്കുക. അപ്പൊ Fന്റെ ആൻസർ 21.4 സെന്റിമീറ്റർ. എളുപ്പമല്ലേ നോക്കളെ? ഓക്കെ, മറ്റേ ചാപ്റ്ററിലല്ലേ കുറച്ചൊന്ന് മെനക്കെടണം. അല്ലാതെ നമ്മൾ സഡൻ ആയിട്ടങ്ങ് ഓർമ്മയിൽ വരത്തൊന്നുമില്ല. കുറച്ച് എല്ലാവർക്കും അത് പൊതുവേ ഉള്ളതാണ്, മെനക്കേടാണ് കുറച്ച്. അടുത്ത ദിവസം എന്തായിരിക്കുന്നു? At what angle should a ray of light incident on one face of a prism
of refracting angle of the prism തന്നിട്ടുണ്ട് 60, so that it suffers total internal reflection at the opposite face. Refractive index തന്നിട്ടുണ്ട് 1.524. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് പറയണം. At what angle should light incident? I1 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്. പിക്ചർ ഞാൻ ക്ലിയർ ചെയ്യാം. ഇത് ഞാൻ വരച്ചതാണ്, അവർ തന്നതല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്ചർ. ഇതാണ് I1, ഇത് R1, ഇത് R2. ലൈറ്റ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത മീഡിയത്തിലേക്ക് പോകാതെ ഗ്രേസ് ചെയ്ത് സർഫസിൽ കൂടെ പോകുന്നു. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. അപ്പൊ ഇവിടുന്ന് ആ ബ്രിം കണ്ടീഷനാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ലൈറ്റ് സർഫസിൽ കൂടെ ഗ്രേസ് ചെയ്ത് പോകും. ഇത് I1, ഇത് R1, ഇത് R2. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമുക്കിവിടെ പറയാം. എന്താണ് R1ഉം R2ഉം കൂടെ ആഡ് ചെയ്താൽ A കിട്ടും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് R1 എന്ന് പറഞ്ഞാൽ A മൈനസ് R2 ആണ്. ഓക്കെ, A മൈനസ് R2 എന്ന് പറയുന്നത്, R2 എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറയൂ. R2 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം, എന്നാലേ ലൈറ്റ് ഗ്രേസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ അത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. അപ്പോൾ എയുടെ വാല്യൂ 60 ആണ്. മൈനസ് ക്രിട്ടിക്കൽ ആംഗിളിന്റെ ആൻസർ 41 എന്നാണ്. ഞാൻ എഴുതട്ടെ. പൈസയുടെ ആൻസർ 41 എന്നാണ്. അതെങ്ങനെ കിട്ടി? നമുക്ക് ചെയ്യാം. നമുക്കിവിടെ സൈൻ I1 ഡിവൈഡ് ബൈ സൈൻ R1 എടുത്താൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് കിട്ടും. സംശയമൊന്നുമില്ല. സൈൻ I1 എനിക്ക് അറിയില്ല, സൈൻ I1 എനിക്ക് അറിഞ്ഞുകൂടാ. ഡിവൈഡ് ബൈ സൈൻ R1 എന്ന് പറയുന്നത് എത്ര വരും? സൈൻ R1 സൈൻ I സെക്കൻഡ് നോക്കല സൈൻ I1 60 മൈനസ് IC ഇങ്ങനെ കണ്ടുപിടിക്കും. IC എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. നമുക്കിവിടെ വേറൊരു പരിപാടി ചെയ്യാം. ഇവിടെ വാല്യൂ ഇടാനുള്ളതെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോണം. 1 സൈൻ C ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ രണ്ടാമത്തെ മീഡിയത്തിൽ ആംഗിൾ 90 ആണ്. അപ്പൊ ഈ R2 എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ക്രിട്ടിക്കൽ ആംഗിൾ. മനസ്സിലായിട്ടേ? അപ്പൊ 1 സൈൻ R2 is equal to refractive index 1.52. അപ്പോൾ സൈൻ R2ന്റെ ആൻസർ 1/1.524. ഇതിൽ നിന്ന് R2 നിങ്ങൾ കണ്ടുപിടിക്കണം. R2ന്റെ ആൻസർ വരുന്നത് 41 വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ വാല്യൂ ഇടാം. അപ്പോൾ R1ന്റെ ആൻസർ വരുന്നത് എന്താണ്? A മൈനസ് 41 എന്നാണ്. എയുടെ ആൻസർ 60 ആണ്. അപ്പോൾ 60 മൈനസ് 40, 20 വരില്ല, 19, 19 വരും. കണ്ടില്ലേ? R1ന്റെ ആൻസർ കിട്ടി. ഇനി എന്താണ് ചോദ്യം? അറ്റ് വാട്ട് ആംഗിൾ ഷുഡ് ലൈറ്റ് ഇൻസിഡന്റ്? I1ന്റെ ആൻസർ ആണ് എനിക്ക് വേണ്ടത്. നമുക്ക് ചെയ്യാം. സൈൻ I1 ബൈ സൈൻ R1 90 സിക്കൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയെന്ന് പ്രശ്നത്തിൽ തന്നിട്ടുണ്ട്? 1.524. ഇനി ഇതിനകത്ത് സൈൻ I1 അങ്ങനെ കാണും. സൈൻ I1 ഇസ് ഈക്വൽ ടു സൈൻ 19 ഇൻറ്റു 1.524 എന്നാണ്. ഇതിൽ വാല്യൂ ഇടുക, സൈൻ I1 കാണുക. സൈൻ I1 കാണുമ്പോഴത്തേക്ക് സംതിങ് എന്ന് കിട്ടും. ഇത്തിരി ഒന്ന് മെനക്കേടാണല്ലേ? സംതിങ് കിട്ടും. അപ്പൊ I1 കാണാൻ സൈൻ ഇൻവേഴ്സ് സംതിങ് ഞാൻ പറയുന്നില്ല, ചെയ്തെടുക്കണം. ആ വാല്യൂസ് എല്ലാം അവർ തരും. അപ്പൊ നിങ്ങൾ ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല. അപ്രോക്സിമേറ്റ്ലി 30 എന്നാണ് എൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. അപ്രോക്സിമേറ്റ്ലി 30 ഡിഗ്രി. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്ഥിരമായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു. എ സ്മോൾ ടെലിസ്കോപ്പ് ഹാസ് ഒബ്ജക്റ്റീവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 140. ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് 140. Eyepiece of focal length of eyepiece 5 centimeter. What is the magnifying power? For viewing distance, telescope is in normal adjustment. For telescope എങ്ങനെയാണ്? നോർമൽ അഡ്ജസ്റ്റ്മെന്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ,
നോർമൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റി ആണ്. ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റി ആണെങ്കിൽ വാട്ട് ഈസ് എ മാഗ്നിഫൈങ് പവർ? മാഗ്നിഫൈങ് പവർ എങ്ങനെ കണ്ടുപിടിക്കും? മാഗ്നിഫൈങ് പവർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് F/F ബൈ 140 ഡിവൈഡ് ബൈ. അപ്പോൾ ആൻസർ 28. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു, എ പാർട്ട് കഴിഞ്ഞു. ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫൈനൽ ഇമേജ് ലീസ്റ്റ് ഡിസ്റ്റൻസിൽ ഉണ്ടായാൽ മാഗ്നിഫിക്കേഷൻ എങ്ങനെ? മാഗ്നിഫിക്കേഷൻ ഇസിക്കൽ നമ്മൾ പഠിച്ചതാണ് F/Fe ഇൻറ്റു 1 + Fe/d എന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 28 ഇൻറ്റു 1 + Fe ആൻസർ 5/d ആൻസർ 25. സൈൻ ഒന്നും ഇട്ടുള്ളായത് ആൻസർ 33.6. സൈൻ ഇട്ടുള്ളതല്ലേ? ഇപ്പൊ രണ്ട് കേസിൽ എന്ത് കണ്ടുപിടിച്ചു? മാഗ്നിഫിക്കേഷൻ. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ?